പൗർണമി, നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ ഇപ്പോൾ ഈ നിമിഷം വരെയും നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതലും പോക്സോ കേസുകളാണല്ലേ. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമണങ്ങൾ, പ്രത്യേകിച്ചും ഈ 15ഉം 10ഉം വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കെതിരെ ലൈംഗിക അതിക്രമണങ്ങൾ വളരെ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, നമ്മൾ ഈ ഭാരതത്തിലുടനീളം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാരണക്കാർ നമ്മുടെ നിയമവും നമ്മുടെ കോടതിയും കൂടെയല്ലേ? അയ്യോ, അത് തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം അല്ലാന്ന് പറയാൻ പറ്റില്ല. ഒന്നാമത് നമ്മുടെ സ്വന്തം നാട്ടിലെ നിയമവും നിയമവ്യവസ്ഥകളും നിയമങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് അനുശാസിക്കാൻ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു നിയമം ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ തന്നെ എന്ന് പറയുന്നത് പോലെ ഈ കഴിഞ്ഞ ദിവസം കണ്ടതിൽ വളരെയധികം ഞെട്ടലുളവാക്കി, എന്നെ പോലെ തന്നെ അത് കണ്ട് എല്ലാവരും ഞെട്ടലുളവാക്കിയ ഒരു വാർത്തയായിരിക്കണം. അതായത് അലഹാബാദ് ഹൈക്കോടതി, അതായത് അലഹാബാദ് ഹൈക്കോടതി പറയാണ്, അതായത് ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ മാറിടത്തിൽ തൊടുന്നതോ പൈജാമയുടെ കെട്ടഴിക്കുന്നതോ ബലാത്സംഗമായി അല്ലെങ്കിൽ ബലാത്കാരമായി കണക്കാക്കാൻ കഴിയില്ല എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിന് മറുപടി പറയേണ്ടത്? ഞാൻ അതിന്റെ ബലാത്കാര ശ്രമമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതായത് അതിനുള്ള മറുപടി നമുക്ക് ഇങ്ങനെ ഇരുന്ന് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, എന്ത് പറയാനാ? ഒരുപാട് പേര്, അതായത് ആ ഒരു പോസ്റ്റില് ആ ഒരു വാർത്ത, ഈ ഒരു കാർഡ് വന്നതിന് ശേഷം അതിന്റെ താഴെ വന്നേക്കുന്ന കമന്റ്സ് മുഴുവൻ ഈ വിധി പറഞ്ഞ ജഡ്ജി ആരാണോ അദ്ദേഹത്തിന് നല്ല അതെ, കാരണം പിന്നെ അദ്ദേഹത്തെ നമുക്ക് കുറ്റം പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ജഡ്ജിമാർ വരെ ലൈംഗിക അതിക്രമണത്തിന് പിടിയിലാവുന്ന ഒരു വൃത്തികെട്ട കാലമാണ് പൗർണമി നമ്മുടെ. കാരണം ഇതിപ്പോൾ നടന്നത് അലഹബാദിലാലും ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ ഒരു പെൺകുട്ടിക്ക് അതായത് സ്കൂളിൽ പഠിച്ചിട്ട് പോകുന്ന വഴിക്ക് അവളെ രണ്ടുപേരെ അവർക്ക് വീട്ടിലാക്കാമെന്ന് പറഞ്ഞ്, കൊച്ചാണ്, വീട്ടിലാക്കാമെന്ന് പറഞ്ഞ് ലിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് ബൈക്കിൽ കയറ്റിക്കൊണ്ട് പോകുന്നു. ഒരു കലിങ്ങിനടുത്ത് വെച്ച്, ആളൊഴിഞ്ഞ കലിങ്ങിനടുത്ത് വെച്ച് അവളെ റേപ്പ് ചെയ്യാനായിട്ട്, പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിനായിട്ട് സ്വാഭാവികമായിട്ടും വസ്ത്രമെല്ലാം വലിച്ചു കീറുകയോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന സ്വകാര്യ ഭാഗങ്ങൾ സ്പർശിക്കുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ വേറെ ഒരു വഴിയാത്രക്കാരൻ വരുന്നു. പെട്ടെന്ന് അയാളെ കണ്ടുകൊണ്ട് യുവന്മാർ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഓടി പോവുകയായിരുന്നു ചെയ്യുന്നത്. എന്തായാലും അത് കീഴ്ക്കോടതി കൊണ്ടു ചെന്നപ്പോൾ അത് ട്രൂ ആയിട്ടും അല്ലെങ്കിൽ അതൊരു കറക്റ്റ് ആയിട്ടുള്ള ഈ പറയപ്പെടുന്ന കോടതി നടപടിയിലേക്ക് അവരെത്തിച്ചു. അവരെ വേറൊന്നും അല്ല ചെയ്തത്. അവരത് യുവന്മാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ഇവരെ വിചാരണയ്ക്കായിട്ട് ഈ പറയുന്ന റിമാൻഡിലാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിനെതിരായിട്ട് ഈ പ്രതികൾ ഹൈക്കോടതിയെ സമീപിക്കുക ചെയ്തു. ഞങ്ങളും അങ്ങനെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ വക്കീൽ അങ്ങനെ ആയിരിക്കുമല്ലോ വാദിക്കുന്നത്, ഞങ്ങൾ റേപ്പ് ചെയ്തിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ശ്രമിച്ചിട്ടില്ല എന്ന രീതിയിൽ വാദിച്ചു. വാദിക്കുന്നതൊക്കെ ഓക്കെ. പക്ഷേ അതിന് ഈ അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജി പറഞ്ഞൊരു കാര്യമാണ് എല്ലാവരും ഞെട്ടിച്ചു കളഞ്ഞത്. അതായത് ഒരു സ്ത്രീയുടെ മാറിടത്തിൽ, അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ്, ഒരു പെൺകുട്ടിയുടെ മാറിടത്തിൽ സ്പർശിക്കുന്നതോ പൈജാമ എന്ന് പറയുന്നത് നമ്മൾ തലയെ കെട്ടുന്ന തലപ്പാവൽ എന്ന് എല്ലാവർക്കും അറിയാം. ഒരു സ്ത്രീയുടെ അടിവസ്ത്രത്തിന് മുകളിൽ ധരിക്കുന്ന ഒരു പാൻറ്റാണ്, അല്ലെങ്കിൽ ചുരിദാറിൻ്റെയോ അല്ലെങ്കിൽ ഷർട്ടിൻ്റെയോ ഒക്കെ താഴെ നമ്മൾ ധരിക്കുന്ന ഒരു സാധനമാണ് പൈജാമ എന്ന് പറയുന്നത്. ആ പൈജാമ അഴിച്ചു കഴിഞ്ഞാൽ താഴെ അടിവസ്ത്രമാണുള്ളത്. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ പൈജാമ അഴിക്കുന്നത് എന്തായാലും അവളെ ഈ പറയപ്പെടുന്ന പോലെ എന്ത് ചെയ്യാനായിരിക്കും? എന്താണ് പുള്ളി അത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടതിൽ ഉദ്ദേശിക്കുന്നത്? നമ്മൾ കോടതി വിധിയെ മാനിക്കുന്നു, കോടതിയുടെ സ്റ്റേറ്റ്മെന്റ്സിനൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ എല്ലാ കോടതി വിധികളും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ മാന്യമായ കോടതി വിധികളല്ല ഇപ്പോൾ ഭാരതത്തിൽ നടക്കുന്നത്. എവിടെ പോയി നീതി തേടും? ആരെ വിശ്വസിക്കും? അല്ലെ, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് പോലും ഒരാളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ പറ്റുന്നില്ല. ഒരാൾ തെറ്റ് ചെയ്തെങ്കിൽ ആ ആളെ ശിക്ഷിക്കുന്നതിന് പകരം രക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആരെ വിശ്വസിക്കും? അങ്ങനെയുള്ള ഈ നാട്ടിൽ ക്രൈമുകൾ കൂടാതിരിക്കും? ഇങ്ങനെയുള്ള ബലാത്സംഗങ്ങളും പീഡന കേസുകളും പീഡന പരാതികളും എങ്ങനെ കൂടാതിരിക്കും? കാരണം നമ്മുടെ നിയമം തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള വിധികളാണ് വരുന്നത്. അതെ, ജനങ്ങളുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നീതി കിട്ടും എന്ന് ആദ്യം ചിന്തിക്കും. അതിനുശേഷം കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ താഴെയുള്ള കോടതിയിൽ നിന്ന് നമുക്ക് അനുയോജ്യമായിട്ടുള്ള മറുപടികളല്ല വരുന്നതെങ്കിൽ നമ്മൾ വിശ്വസിച്ച് മേൽക്കോടതിയിലേക്ക് പോകുന്നത് വെറുതെ അല്ല, അവിടെ നിന്ന് നമുക്ക് നീതി ലഭിക്കും. നമുക്കറിയാം, ഒരുപാട് കേസുകൾ അറിയാം. അതായത് കള്ള സാക്ഷികളെ ഉണ്ടാക്കി അല്ലെങ്കിൽ കള്ള തരത്തിലുള്ള തെളിവുകൾ ഉണ്ടാക്കി പല കേസുകളിൽ നിന്നും പലരും രക്ഷപ്പെടും. നമ്മൾ എപ്പോഴും പറയും, എന്താ 1000 പ്രതികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. അല്ല, ശരിക്കും അങ്ങനെയൊക്കെ നമ്മൾ പറയാൻ മാത്രമേ കൊള്ളുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലവിൽ എല്ലാ കുറ്റവാളികളെയും നമ്മൾ സംരക്ഷിച്ച് ഒരു കൂട്ടിൽ കൊണ്ടിടുകയാണ്. നല്ല വെള്ളവും വളവും ഒക്കെ കൊടുത്ത് വളർത്തുന്ന പോലെ കുറ്റവാളികളൊക്കെ ശരിയാണ്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും കേരള പോലീസ് ആയാലും എനിക്ക് ഭാരതത്തിലെ പോലീസ്, ഇന്ത്യയിലെ പോലീസിലെ വളരെ എഫിഷ്യന്റ്, അതെ, വെരി ബ്രില്യൻറ്റ്. അതുകൊണ്ട് തന്നെ ഏത് കൊലപാതകവും ഏത് നാട്ടിൽ നമ്മൾ ഏത് സ്റ്റേറ്റ് എടുത്ത് നോക്കിയാലും അറിയാം. ഇപ്പോൾ കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് വർഷങ്ങളായതായാലും മാസങ്ങളായതായാലും പോലീസുകാരെ തപ്പിപ്പിടിച്ച് കണ്ടെത്തി, കൊലപാതകളെ കണ്ടെത്തി അത് അവർ കൃത്യമായി കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുന്നുണ്ട്. അത് അവർ കൃത്യമായി കെങ്കേമായി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കോടതിയാണ് ഇന്നിപ്പോൾ ഈ മിക്ക പ്രതികളെയും ജയിലിലേക്ക് അയച്ച് സുഖവാസത്തിന് വിടുന്ന പോലെയാണ്. അതായത് ഇപ്പോൾ വേറെ ഒന്നും വേണ്ട, നമ്മുടെ നാട്ടില് സൗമ്യ കൊലക്കേസ്, സൗമ്യ ബലാത്സംഗം അതിക്രൂരമായി ആ കുഞ്ഞിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് വികൃതമാക്കി കൊന്നുകളഞ്ഞ ആ പെൺകുട്ടിയുടെ ആ ഒരു മരണം നമ്മളെ അതുവരെ നമ്മുടെ നാട് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ബലാത്സംഗമായിരുന്നു. അതും ഒറ്റക്കയ്യൻ. അവനെ എങ്ങനെ നമ്മൾ അധിക്ഷേപിക്കാതിരിക്കും? അവന് ഒരു കൈ ഇല്ല, അപ്പൊ 2 കൈ ഉണ്ടായിരുന്നുള്ള അവസ്ഥ എന്തായിരുന്നു?
ആ ഒറ്റ കൈ കൊണ്ട് അവൻ ആ തോന്നിയോസം എല്ലാം ചെയ്തിട്ട് അവനെ ആ പിടിക്കുന്ന സമയത്തുള്ള ഫോട്ടോയും നമ്മളിപ്പോ ജയിലിലുള്ളവന്റെ ഫോട്ടോയും കൂടെ എടുത്ത് നോക്കിയുണ്ട് സിനിമാ നടന്മാർ മാറിപ്പോ ആ പരുവത്തിനാണ് അവൻ ആ ജയിലിലിരിക്കുന്നത്. സത്യത്തിൽ എന്താണ് നമ്മുടെ കോടതി ഇതുകൊണ്ട് സമൂഹത്തിന് പാഠമാക്കി കൊടുക്കുന്നത്? എന്താണ് നമ്മുടെ ജയിലറകൾ, സുഖവാസ കേന്ദ്രങ്ങളും ഇപ്പം അവിടെ ഇപ്പം യഥേഷ്ടം കഞ്ചാവ് വരെ ഉണ്ടെന്നാണ് അവിടുന്ന് പുറത്തിറങ്ങുന്ന പ്രതികൾ പറയുന്നത്. സോ സുഖവാസ കേന്ദ്രങ്ങളാണ് കുറ്റവാളികളെ ഏറ്റവും കൂടുതൽ ഫ്ലറിഷ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ സമ്പുഷ്ടമായി വളരാൻ അനുവദിക്കുന്ന ഇടങ്ങളായി ഈ പറയുന്ന ജയിലറുകൾ മാറുകയാണ്. അതിനൊരു വഴിയായിട്ട് അല്ലെങ്കിൽ അതിന് പാസ് കൊടുക്കുന്ന ഒരു ടിക്കറ്റ് കൗണ്ടറായി, വെറും ടിക്കറ്റ് കൗണ്ടറുകളായി മാറിയിരിക്കുകയാണോ നമ്മുടെ കോടതികൾ എന്ന് ചോദിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ? തെറ്റു പറയാൻ പറ്റില്ല. കാരണം ശരിക്കും ഇങ്ങനെ പറയുമ്പോൾ കോടതി തന്നെ വ്യക്തമാക്കണം ശരിക്കും അപ്പൊ എന്താണ് ബലാത്സംഗം അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന ഒരു കോടതിക്ക് തീർച്ചയായിട്ടും അത് എന്താണെന്നുള്ള കൃത്യമായിട്ടുള്ള ലൈൻ അറിയായിരിക്കുമല്ലോ. എന്തായാലും ബോർഡർ വെക്കുവാണല്ലോ. അപ്പൊ അത് പറഞ്ഞു തരണം. ശരിക്കും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ട കോടതി തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരം നടപടികൾ സ്വീകരിച്ചാൽ സാധാരണക്കാരായ ജനങ്ങൾ എവിടെ ചെല്ലും? ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഒരു കേസ് ലെവലിലേക്കോ അല്ലെങ്കിൽ ഇതൊരു വലിയ കാര്യമായിട്ട് ഇതൊന്നും ഈ ഒരു നാട്ടിൽ സംഭവിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ അല്ല. നമ്മളെപ്പോഴും പറയും ഇതൊക്കെ സാധാരണമാണ്, അല്ലെങ്കിൽ ചില കേസുകളിൽ പറയും ഇത് അസാധാരണ കേസുകൾക്കാണ് ഈ ശിക്ഷകൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ ശിക്ഷകൾ കൊടുക്കുന്നത്. അപ്പൊ ശരിക്കും ഒരു പീഡനം അല്ലെങ്കിൽ ഒരു റേപ്പ് ഇത് സാധാരണമാണോ? ശരിക്കും വ്യക്തമാക്കും. അതെ, നമ്മുടെ നാട്ടിൽ സാധാരണമാണെന്ന് തോന്നുന്നു പോകുന്നത്. കാരണം അതുകൊണ്ടാണല്ലോ കൽക്കത്തയിൽ അത്രയും ഹൊറിബിൾ ആയിട്ട് റേപ്പ് ചെയ്ത് കൊണ്ട ഡോക്ടറുടെ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഓർത്തത് അതിനെ അപൂർവങ്ങളിൽ അപൂർവമായ കേസായിട്ട് പരിഹരിക്കാൻ, കൊലപാതകമായിട്ട് പരിഹരിക്കാൻ പറ്റില്ല. അപ്പൊ എന്താണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്ന എന്താണ് ആ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ് എന്ന് പറയുന്നത്? എന്താണ്, ആർക്കാണ് വധശിക്ഷ കൊടുക്കാൻ പറ്റുന്നത്? ഇതൊക്കെ എഴുതി വെച്ചേക്കുന്ന ബുക്കിനകത്ത് അടച്ചു വെക്കാൻ വേണ്ടിയല്ലല്ലോ, ആവശ്യത്തിന് ഉപയോഗിക്കാനും. ആ തെറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ആ ശിക്ഷ കൊടുത്താൽ മാത്രമല്ലേ നാളെ അതേ തെറ്റ് ചെയ്യാൻ ആവർത്തിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് അതൊരു മറുപടിയായിട്ട് മുന്നിൽ നിൽക്കുള്ളൂ. അത് മാത്രമല്ല പൗർണമി, ഈ പറയപ്പെടുന്ന കേസുകൾ കൂടാനുള്ള കാരണം എന്താണ്? ഇപ്പൊ തന്നെ ഈ കേസ് ഹർജി കൊടുത്തവന്മാര് ഹൈക്കോടതിയിൽ കൊടുത്തപ്പോൾ അവർക്ക് സന്തോഷമായി. കോടതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇനി പൈജാമ അഴിച്ചാലും മാറടത്തി പിടിച്ചാലും ഒരു വിഷയമില്ല, തൽക്കാലത്തേക്ക് ഒരു സുഖത്തിന് അത് മതിയല്ലോ എന്ന് ചിന്തിക്കാം. കാരണം എന്ന് വെച്ചാൽ ഒരാളോടല്ല, ഈ പറയപ്പെട്ട ഈ ഒരു വളവിട്ട് കൊടുക്കുക എന്നൊരു രീതിയാണ് ഇപ്പൊ നമ്മുടെ നിയമങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല, അതുകൊണ്ട് ഇത് നമ്മളൊരു ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ഓരോ പ്രാവശ്യവും വിധിക്കുന്നു, ജയിലിലേക്ക് വിടുന്നു, അതിനനുസരിച്ച് അടുത്ത മാസങ്ങൾ തന്നെയാ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത്. ചിലവരെ റേപ്പ് ചെയ്ത് കൊന്നുകളയും, ഒന്നിനു പകരം 5 6 എണ്ണം വെച്ച് റേപ്പ് ചെയ്യും. അതും പ്രായത്തിൽ കുറഞ്ഞ കുട്ടികൾ റേപ്പ് ചെയ്യപ്പെടുന്നതിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. എങ്ങനെയാണ് അമ്മമാര് ഒരു പെൺകുഞ്ഞിനെ ആൺകുഞ്ഞുങ്ങളെ റേപ്പ് ചെയ്യുന്ന കാലമാണിത്, എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ ഈ സമൂഹത്തിൽ ഒരു കുഴപ്പവും ഇല്ലാതെ വളർത്തിയെടുക്കുന്നതെന്ന് ഓർത്ത് ഭയവിഹ്വലരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 5 വയസ്സുള്ള പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളോ തൊട്ടുള്ളവരുടെ കയ്യിൽ പെപ്പർ സ്പ്രേ ഒക്കെ കൊടുക്കേണ്ടി വരും. അല്ലാതെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം. അല്ലാതെ ഇവിടെ നമുക്ക് സ്വസ്ഥവും സമാധാനവുമായിട്ട് വഴിയിലൂടെ നടക്കാനോ അല്ലെങ്കിൽ ഒരാളെ വിശ്വസിക്കാനോ ഇവിടെ പറ്റില്ല. ഓക്കെ ശരി, നമ്മുടെ നാട്ടിൽ ഒരു നാടാവുമ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും. കൊലപാതകങ്ങളുണ്ടാവാം, നരാധമന്മാരുണ്ടാവാം, റേപ്പിസ്റ്റുകളുണ്ടാവും, പക്ഷേ റിപ്പറുകളും ഉണ്ടാകാം, സൈക്കോകളും ഉണ്ടാവാം. പക്ഷേ ഇവരെയൊക്കെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിയമത്തോടൊരു ഭയം ഇവർക്കില്ലാതായി പോയിരിക്കുന്നു. അതായത് നമ്മുടെ ഈ നിർഭയെ കൊന്നവന്മാരെ പോലും തൂക്കിക്കൊല്ലരുതെന്ന് പറഞ്ഞ നാടാണിത്, അല്ലെ? അങ്ങനെയുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരു നാട്, അങ്ങനെയുള്ള സൈക്കോളുള്ള നാടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു നീതി പീഠത്തിലാണ് നമുക്ക് ആകെയുള്ള പ്രതീക്ഷ. ഇനി എന്ത് ചെയ്താലും കോടതി നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പൊ പോലീസുകാരുടെ കയ്യിൽ നിന്ന് നമ്മൾ അനീതി ലഭിച്ചാലും നീതി നമ്മുടെ നീതിന്യായ പീഠത്തിൽ, പരമോന്നത നീതിന്യായ പീഠത്തിൽ നമുക്ക് ലഭിക്കുമെന്നൊരു വിശ്വാസമാണ് ഇവിടെ തകർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കീഴ്ക്കോടതി മിക്കപ്പോഴും കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കും, പക്ഷേ മേൽക്കോടതിയിലേക്ക് ചെല്ലുമ്പോൾ കുറെ കൂടെ നല്ല കാര്യങ്ങൾ സംഭവിക്കും, കുറച്ചുകൂടെ നീതി കിട്ടും. അവിടെയും കിട്ടില്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകാമെന്നിടത്തുനിന്നാണ് ഇന്നിപ്പോൾ ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ഇങ്ങനൊരു വളരെ മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആ ജഡ്ജി പുറപ്പെടുവിച്ചത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ഇനിയെങ്കിലും മാറ്റി എഴുതിയേ മതിയാവും. ഇനി മാറ്റി എഴുതിയില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, ഇവിടെ ഈ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് പെൺകുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ബാലികമാർക്ക് ജീവിക്കാൻ ഇടമില്ലാത്ത, ബാലികമാർ റേപ്പ് ചെയ്യപ്പെടുന്ന ഒരു അതിക്രൂര രാഷ്ട്രമായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഷരീഫ് പറഞ്ഞത് ശരിയാണ്. കാരണം ഈ രീതിയിലാണ് പോക്കെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഓരോ രാജ്യങ്ങൾക്കും ഓരോ പേരിലാണ് അവർ അറിയപ്പെടുന്നത്, അല്ലെ? ചിലത് ബിസിനസ് പരമായിട്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ രാജ്യം, അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ഡെവലപ്ഡ് ആയിട്ടില്ല, ഡെവലപ്പിംഗ് കൺട്രി എന്നാണ് പറയുന്നത്. ഏത് രീതിയിലാണ് ഇവിടെ ഡെവലപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കീറി മുറിച്ചൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രൈമുകൾക്കും ഏറ്റവും കൂടുതൽ പീഡനങ്ങൾക്കും ആണെന്ന് മാത്രമേ ഉള്ളൂ, അല്ലെ? ശരിക്കും അതെ, അത് മാത്രമല്ല പൗർണമി, ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പൗർണമി കേട്ടോന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ കേട്ടിട്ടുണ്ടോ, യു ആർ എ ജേർണലിസ്റ്റ്. കാരണം വേറൊന്നുമല്ല, നമ്മൾ അവിടെ ജോലിക്ക് പോകുമ്പോൾ, അവിടെ ഇപ്പം നമ്മുടെയൊക്കെ കസിൻസ് ഒക്കെ ജോലി കിട്ടി പോകണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം അവിടെ വഴിയിൽ പിടിച്ചുപറിയുണ്ട്, നമുക്ക് സേഫ് അല്ല. പൈസയ്ക്ക് വേണ്ടി വേറൊന്നുമില്ല, പൈസ ചോദിച്ചാൽ കൊടുത്തേക്കണം, ഇല്ലെങ്കിൽ ഒഴിച്ച് കൊന്നു കളയും. പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യും. അതുകൊണ്ട് അവിടെ വഴിയിടങ്ങളിൽ നിങ്ങൾ കമ്പനി വണ്ടികളിൽ മാത്രമേ അവിടെ ട്രാവൽ ചെയ്യാൻ പാടുള്ളൂ എന്ന് കുറേ നിഷ്കർഷകൾ കൊടുക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് ഏഷ്യക്കാരൊക്കെ പോവുകയാണെങ്കിൽ കൊടുക്കും. കാരണം ആഫ്രിക്ക അത്രയും ഒരു ഡേഞ്ചറസ് കൺട്രിയാണ്. കാരണം അവർക്ക് പൈസ വേണം.
അത് നമ്മൾ ആഫ്രിക്കയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ പോകും നമ്മുടെ രാജ്യം എത്രയോ നല്ലത്. പക്ഷേ ഇനി തിരിച്ച് ലോകരാഷ്ട്രങ്ങളെ നമ്മൾ ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ കേൾക്കാൻ നമ്മൾ ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. എങ്കിലും നമ്മളൊരു പക്ഷേ ഇന്ത്യയെക്കുറിച്ച് കേൾക്കാൻ പോകുന്നത് അവിടെ നിങ്ങൾ കുട്ടികളെ ഒന്നും കൊണ്ടുപോകരുത്. ബിക്കോസ് അവിടെ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ചും 10 വയസ്സിൽ 12 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ ഒന്നും ഒരു കാലത്തും നിങ്ങൾ ഒറ്റയ്ക്ക് വിടരുത്. വിട്ടാൽ അവളെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന നരാധവന്മാരുള്ള പൈശാചികന്മാരുള്ള നാടാണ് ഇന്ത്യ എന്ന് പറയപ്പെടാം. അതെ, ഈ പറയുന്ന ആണുങ്ങളും പോവും, മൈഗ്രേറ്റ് ചെയ്ത് പോവും. അതെ അതെ, ഈ പെൺകുട്ടികൾക്ക് മാത്രമല്ല, മൊത്തത്തിൽ ഇന്ത്യ അടച്ചാക്ഷേപിച്ചേ അത് വരുള്ളൂ. ഇപ്പം ഒരുപാട് മേഖലകളിൽ ഇന്ത്യ മറ്റു രാജ്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ പൊങ്ങി അല്ലെങ്കിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിനെ ഏറ്റവും താഴെ തട്ടിലേക്ക് കൊണ്ടുപോകുന്ന പ്രവണതകളും പ്രവർത്തികളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനൊന്നും കടിഞ്ഞാണിടാൻ എപ്പോഴും ഭരണകൂടത്തിനോ നീതിന്യായ വ്യവസ്ഥയ്ക്കോ കഴിയണമെന്നില്ല. അവനവൻ സ്വയം വിചാരിക്കണം. നമ്മളിപ്പോൾ പറയുന്നു നമ്മുടെ സ്വന്തം വീട്ടിലെ അമ്മ എന്തെങ്കിലും ചെയ്യോ, പെങ്ങന്മാരെ എന്തെങ്കിലും ചെയ്യോ, പക്ഷെ നമുക്ക് ഇന്ന് അതിന് മറുപടി ഉണ്ട്. ഇവിടെ അതും നടക്കും. അതെ അതെ, കാരണം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ലെവലിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്. അതിൽ നമ്മളൊരു അപഗ്രഥനം നടത്തുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമ വിചാരണ നടത്താൻ നമ്മൾക്ക് റൈറ്റ് ഇല്ല. പക്ഷെ എങ്കിൽ പോലും ഒരു മാധ്യമ പ്രവർത്തകൻ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾക്ക് കുറെ ചരിത്രങ്ങൾ അല്ലെങ്കിൽ ഹിസ്റ്ററികൾ, കുറെ കോൾഡ് സ്റ്റോറീസ് എടുത്ത് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബലാത്സംഗ കേസുകളുടെ ഹിസ്റ്ററി, അതിന്റെ ശിക്ഷാവിധികളൊക്കെ എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവിടുത്തെ ശിക്ഷ അത് പോരാ. ഇപ്പോൾ തന്നെ പോക്സോ കേസുകളിൽ പ്രതികൾക്ക് വധശിക്ഷ കൊടുക്കാൻ പറഞ്ഞാൽ പോലും അതിനൊരു കൂസലും ഇല്ലാതെ അത് പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ലേറ്റസ്റ്റ് ന്യൂസ് വരെ, ലേറ്റസ്റ്റ് ഡിസ്കഷൻ വരെ നമ്മൾ ചെയ്തത് അങ്ങനെ ഒരു കാര്യമാണ്. പോക്സോ, അതായത് 10, 12, 8 വയസ്സുള്ള കുഞ്ഞുങ്ങളെ സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ പീഡിപ്പിക്കപ്പെടുന്ന, അതിന് കൂട്ടുനിൽക്കുന്ന ഒരു നാടായി മാറിയിരിക്കുന്നു നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. സോ ആ ഒരു കേസുകൾ കോടതിയിലേക്ക് ചെല്ലുമ്പോൾ കോടതിയുടെ ഇത്തരം ലാഘവത്തോടുള്ള സ്റ്റേറ്റ്മെന്റുകൾ, അല്ലെങ്കിൽ അത് സമൂഹത്തെ എത്രമാത്രം ഭീതിപ്പെടുത്തുന്നുള്ള ഒരു ചിന്തയില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റുകൾ, അത് തീർച്ചയായിട്ടും ഒഴിവാക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു ആഗ്രഹം. അതോടൊപ്പം തന്നെ ഇനി നമ്മുടെ നാട്ടിൽ വിപ്ലവകരമായ പല മാറ്റങ്ങളും നിയമത്തിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.